ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള കീ ചെയിൻ ആണ്. ഈ ഒരു കീ ചെയിനിൽ നമുക്ക് തുന്നേണ്ട ആ ഒരു ആവശ്യമല്ല കേട്ടോ. നമുക്ക് ക്രോഷറ്റിന്റെ ആ ഒരു നീഡിൽ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ്. അപ്പൊ ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ഈ ഒരു കീ ചെയിൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പൊ ഇത് ഞാൻ ആദ്യം ചെയ്തൊരു പ്രൊജക്റ്റ് ഒന്ന് അഴിച്ചെടുത്തൊരു നൂലാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നൂല് കുറച്ചൊന്ന് മെസ്സി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ള നീഡില് പറയുമ്പോൾ 3.75 mm ക്രോഷറ്റ് നീഡിലും, പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഒരു കീ ചെയിൻ ഹോൾഡറും പിന്നെ ഒരു സിസറും ആണ് കേട്ടോ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റിച്ച് മാർക്കർ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ അധികം സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാറില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് കൊടുക്കാം കേട്ടോ. അത് ഏത് സമയത്താണ് വേണ്ടതെന്ന് ഞാൻ പറയാം. ആദ്യം തന്നെ നമുക്കൊരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് നമുക്കിതിൽ മെയിൻ ആയിട്ട് 68 ചെയിനാണ് ആദ്യം ചെയ്തെടുക്കേണ്ടത്. വെറും 10 മിനിറ്റ് കൊണ്ട് തന്നെ കേട്ടോ നമ്മൾ ഈ ഒരു ക്രോഷറ്റിന്റെ കീ ചെയിൻ ഉണ്ടാക്കിയിട്ടുള്ളത്. കീ ചെയിൻ ഹോൾഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ കീ ചെയിൻസിന്റെ പൊട്ടിയ ഭാഗമൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ഭാഗമൊക്കെ എടുത്തിട്ട് നമുക്ക് ആ കീ ചെയിനിന്റെ ഹോൾഡർ മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് ഈ ഒരു കീ ചെയിൻ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഇപ്പൊ ഒരുപാട് ട്രെൻഡിങ്ങിലുള്ള കീ ചെയിനും കൂടിയാണിത്. ഈ ഒരു ക്രോഷറ്റിന്റെ ബോ കീ ചെയിന് ഒരുപാട് ട്രെൻഡായിട്ട് ഇപ്പൊ നമ്മൾ കടകളിലൊക്കെ പോയാൽ നമുക്ക് അത് നല്ലൊരു റേറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ വാങ്ങുക. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിഞ്ഞാൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത് 68 ചെയിൻസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഇട്ട് കൊടുത്ത ആ ചെയിനിൽ നിന്ന് മൂന്നാമത്തെ ചെയിനിൽ ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്ത് കൊടുക്കാം. ഹാഫ് ഡബിൾ ക്രോഷേ ചെയ്യുമ്പോൾ എപ്പോഴും 2 ചെയിനാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷേറ്റ് ആണ് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2 ചെയിനാണ് സ്കിപ്പ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ ചെയിനിലൂടെ നമ്മളിതാ നീഡിലെ ഉള്ളിലേക്ക് ഇട്ടിട്ട് ഒരു പ്രാവശ്യം കൂടി ആ നൂല് ഉള്ളിലേക്ക് വലിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ഒരു നീഡില് 3 സ്റ്റിച്ചാണ് ഉണ്ടാവുക. അത് 3 നമ്മൾ ഒരൊറ്റ സ്റ്റിച്ചായിട്ട് വലിച്ചെടുക്കുകയാണ്. ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷറ്റ്. ഇതുപോലെ നമ്മൾ ബാക്കി 9 കൂടി അതുപോലെ ഓരോ ചെയിനിലും ഓരോ ഹാഫ് ഡബിൾ ക്രോഷറ്റ് വീതം ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ടോട്ടല് 10 ഹാഫ് ഡബിൾ ക്രോഷേ നമ്മൾ 10 ചെയിനിലായിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഒരു 10 മിനിറ്റും കൂടി വേണ്ട, പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു കണക്ക് കിട്ടുകയാണെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അതുപോലെ ഈസി ആയിട്ടുള്ള ഒരു കീ ചെയിനും കൂടിയാണ് നമ്മളിത് അപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് ഒരു കീ ചെയിൻ ആയിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു ക്ലിപ്പിൽ ബോ ആയിട്ടോ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആദ്യത്തെ 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ് 10 ചെയിനിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ്. ഇനി നമ്മൾ അടുത്ത 6 സ്റ്റിച്ചിൽ ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടാക്കി എടുക്കാൻ പോവാണ്. സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുമ്പോൾ ഈ ഒരു രീതിക്ക് ഉള്ളിലൂടെ നമ്മൾ നൂല് ഉള്ളിൽ നിന്ന് വലിച്ചെടുത്ത ശേഷം ആ ഒരു ചെയിനിൽ കൂടെ തന്നെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ആദ്യം 6 എണ്ണമാണ് ചെയ്തെടുക്കേണ്ടത്. 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ് കഴിഞ്ഞാൽ അടുത്ത 6 ചെയിനിൽ നമ്മൾ 6 സ്ലിപ്പ് സ്റ്റിച്ച് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതാ 6 നമുക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ 6 സ്ലിപ്പ് സ്റ്റിച്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. ആദ്യം 10, പിന്നെ 6 സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നെ 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ്. ഈ ഒരു കണക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചോ, കാരണം ഇതേ തന്നെയാണ് നമുക്ക് റിപ്പീറ്റ് ചെയ്തിട്ട് വരുന്നത്. അപ്പൊ 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഓരോ ചെയിനിലും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ആ ഒരു ഡബിൾ ക്രോഷറ്റിന്റെ എൻഡ് പോർഷനിൽ നമുക്ക് ഇനി വേറെ എന്താ സ്റ്റിച്ച് വരാന്ന് നോക്കാം. അപ്പൊ ഈ ഒരു രീതിക്ക് നമ്മൾ ഓരോ ചെയിനിലും ഉണ്ടാക്കിയെടുക്കുകയാണ്. എപ്പോഴും നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചാൽ നമ്മൾ എപ്പോഴും ആ ഒരു എഴുതി വെച്ചാൽ അത് മാത്രം നോക്കിയാൽ മതി കേട്ടോ. പിന്നെ നമുക്ക് എപ്പോഴും നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഓരോ വീഡിയോസും കാണണമെന്നില്ല. കാരണം ചെയിന് എത്രയാണെന്ന് എഴുതി വെച്ചാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതാ 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് 6 സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കുകയാണ്. 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, പിന്നെ 6 സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നെ 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ്. അതിനുശേഷം ഇതാ 6 സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കുന്നുണ്ട്. കറക്റ്റ് നമ്മൾ എണ്ണി നോക്കിയിട്ട് വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 6 സ്ലിപ്പ് സ്റ്റിച്ചും കൂടി ചെയ്തെടുക്കുകയാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ 6 സ്ലിപ്പ് സ്റ്റിച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ, 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ് നമ്മൾ റിപ്പീറ്റ് ചെയ്യാണ്. കാരണം 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ് കഴിഞ്ഞ് 6 സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ട് പിന്നെ 14 ഹാഫ് ഡബിൾ ക്രോഷറ്റും 6 സ്ലിപ്പ് സ്റ്റിച്ചും ആണ് ഇട്ട് കൊടുത്തത്. ഇനി 6 സ്ലിപ്പ് സ്റ്റിച്ചിന് ശേഷം 14 ഹാഫ് ഡബിൾ ക്രോഷറ്റിനെ റിപ്പീറ്റ് ചെയ്യണേ. അതിനുശേഷം പിന്നെ നമ്മൾ 6 സ്ലിപ്പ് സ്റ്റിച്ചും പിന്നെ നമ്മൾ ആദ്യം നമ്മൾ 10 ഹാഫ് ഡബിൾ ക്രോഷറ്റിന്റെ സെറ്റ് ആണല്ലോ ഇട്ട് കൊടുത്തത്, അതേ രീതിക്ക് 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, അങ്ങനെ ആണ് നമ്മുടെ ആദ്യത്തെ റൗണ്ട് കംപ്ലീറ്റ് ആവുന്നത്. പിന്നെ 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ് കഴിഞ്ഞ ശേഷം 6 സ്ലിപ്പ് സ്റ്റിച്ചാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒരു ഫസ്റ്റ് റോയില് വന്ന അതേ പ്രോസസ്സ് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള റോസിലും കണ്ടിന്യൂ ചെയ്തത്. പക്ഷേ നമ്മൾ ചെയ്തെടുക്കുന്നത് ബാക്ക് ലൂപ്പിൽ മാത്രം ആണ്. കാരണം ബാക്കിലത്തെ സ്റ്റിച്ചിൽ മാത്രം ചെയ്യുമ്പോഴേ നമ്മുടെ ആ ഒരു ബോയ്ക്ക് കറക്റ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ വരുള്ളൂ. അപ്പോൾ അത് 6 സ്ലിപ്പ് സ്റ്റിച്ച് കഴിയുന്നുണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഞാൻ എന്തായാലും അത് ക്ലിയർ ചെയ്തു തരാം. നമ്മൾ ക്രോഷറ്റിലെ ബിഗിനേഴ്സിനൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഈസി ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റും കൂടിയാണ് ഇത്. അപ്പോൾ ഇതാ 14 ഹാഫ് ഡബിൾ ക്രോഷറ്റും 6 സ്ലിപ്പ് സ്റ്റിച്ചും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഫസ്റ്റ് ചെയ്തെടുത്തതുപോലെ തന്നെ 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, അപ്പൊ അതിന്റെ ആ ഒരു സ്റ്റിച്ച് തന്നെ ബാക്കി ഉണ്ടാവുള്ളൂ കേട്ടോ. കറക്റ്റ് 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, 6 സ്ലിപ്പ് സ്റ്റിച്ച്, 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, 6 സ്ലിപ്പ് സ്റ്റിച്ച്, 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, 6 സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നെ 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ്. ഈ ഒരു കണക്കിനാണ് നമ്മൾ ആദ്യത്തെ റോ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതാ നമ്മുടെ ആദ്യത്തെ റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു രീതിക്കാണ് ഉണ്ടാവുക. കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ബോന്റെ ഷേപ്പ് കറക്റ്റ് ആയിട്ട് വന്നോളും. ഇനി നമുക്ക് റൗണ്ട് 2 എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. റൗണ്ട് 4 വരയ്ക്കും നിങ്ങൾ ഇതേ പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷെ റൗണ്ട് 2 മുതൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് ആയിട്ട് 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണോ എന്ന് നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും 1 2 3 എന്ന് കൗണ്ട് ചെയ്തിട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മുടെ സ്റ്റിച്ച് തെറ്റിപ്പോകൊന്നുമില്ല, കറക്റ്റ് ആയിട്ട് അത് വന്നോളും. ഇനി നമുക്ക് സെക്കൻഡ് റോ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം 2 ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 2. ഇനി നമ്മുടെ ആ ഒരു ഫസ്റ്റ് റോ ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുകയാണ് ഇതുപോലെ. ഇനി നമ്മൾ ചെയ്യുന്നത് ബാക്ക് ലൂപ്പിലാണ്. ബാക്ക് ലൂപ്പിൽ നമ്മൾ ആദ്യത്തെ അതേ പ്രോസസ്സ് 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ്. അപ്പൊ ഇതാണ് ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത്, നമ്മുടെ ചെയിനിന്റെ ബാക്ക് ഭാഗം. ഇതാണ് ഒരു ചെയിൻ എന്ന് പറയുക. അതിൽ ഈ 2 എണ്ണം കൂടി നമ്മൾ എടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോഴും ആ ഒരു ചെയിൻ ഫുള്ളായിട്ടാണ് എടുക്കുക. പക്ഷെ ഇത് നമുക്ക് ബാക്ക് ലൂപ്പിൽ മാത്രമാണ് നമ്മൾ ഈ ഒരു സെക്കൻഡ് റോ ചെയ്തെടുക്കാൻ പോകുന്നത്. ബാക്ക് ലൂപ്പിൽ നമ്മൾ 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. ആദ്യത്തെ ഒരു ഹാഫ് ഡബിൾ ക്രോഷറ്റ്, പിന്നെ നമുക്ക് ഇതാ രണ്ടാമത്തെ ഹാഫ് ഡബിൾ ക്രോഷറ്റ്. ഈ ഒരു രീതിക്ക് ബാക്ക് ലൂപ്പിൽ മാത്രമേ ഇനി നമ്മൾ ഈ രണ്ടാമത്തെ റോ മുതൽ നമ്മൾ ചെയ്തെടുക്കാൻ പോകുന്നത്. ഫസ്റ്റ് റോ മാത്രമേ ഉള്ളൂ നമ്മൾ ആദ്യത്തെ ആ ചെയിനിൽ ചെയ്തെടുത്തത്. സെക്കൻഡ് റോ മുതൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ബാക്ക് ലൂപ്പിൽ മാത്രമാണ് നമ്മുടെ ആ ഒരു ചെയിന് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ഇതാ നമ്മൾ ആദ്യത്തെ 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ജസ്റ്റ് നിങ്ങളൊന്ന് എണ്ണി കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു 10 എണ്ണം തന്നെ നമുക്ക് ആദ്യത്തെ ആ ഒരു ഭാഗത്തുനിന്ന് കറക്റ്റ് ആയിട്ട് വന്നോളൂ. അപ്പൊ ഇതാ 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ചെയ്തത് 6 സ്ലിപ്പ് സ്റ്റിച്ച് ആണ്. ആ ഒരു ഭാഗം കണ്ടില്ലേ, കുറച്ചൊന്ന് ചെറുതായിരിക്കണത്, അത് നമ്മുടെ സ്ലിപ്പ് സ്റ്റിച്ച് ആണ്. അപ്പൊ അവിടെയും നമ്മൾ ബാക്ക് ലൂപ്പ് തന്നെയാണ് ചെയ്യുന്നത്. ഈ ഒരു ബാക്ക് ഭാഗം കറക്റ്റ് ആയിട്ട് എടുത്തിട്ട് വേണം കേട്ടോ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ബോ
നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ ഇങ്ങനെ ആ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ആണെങ്കിലും ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണെങ്കിലും എണ്ണം വെച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കണം. അപ്പൊ ദാ 6 സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നെ അതിനുശേഷം 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, പിന്നെ 6 സ്ലിപ്പ് സ്റ്റിച്ച്, 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, 6 സ്ലിപ്പ് സ്റ്റിച്ച്, പിന്നെ 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ്. നമ്മൾ ആദ്യത്തെ റോയിൽ ചെയ്തെടുത്ത അതേ പ്രോസസ്സ് തന്നെയാണ്, അതേ എണ്ണം തന്നെയാണ്. പക്ഷെ ചെയ്തെടുക്കുന്നത് ബാക്ക് ലൂപ്പിൽ മാത്രം എന്നുള്ള ആ ഒരു വ്യത്യാസം തന്നെ ഈ റൗണ്ട് 2 മുതൽ നമ്മൾ തുടങ്ങുന്നുള്ളൂ. റൗണ്ട് 2, റൗണ്ട് 3, റൗണ്ട് 4 വരെ നമ്മൾ ഇതേ രീതിക്ക് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. റൗണ്ടിന്റെ എൻഡിങ്ങിൽ നമ്മൾ അടുത്ത റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 2 ചെയിൻ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ടേൺ ചെയ്തിട്ട് ബാക്ക് ലൂപ്പിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയേ. അപ്പൊ അതാ 6 സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞ ശേഷം ഇനി നമുക്ക് വേണ്ടത് 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ്. അപ്പോൾ അതാ 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ് കഴിയാറായിട്ടുണ്ട്. അപ്പൊ അതാ 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 6 സ്ലിപ്പ് സ്റ്റിച്ച് ആണ്. അപ്പൊ അതും കറക്റ്റ് ആയിട്ട് 6 എണ്ണം ഇട്ട് കൊടുക്കുക. അപ്പൊ ഞാൻ ആദ്യത്തെ 2 റൗണ്ട് ആണ് കേട്ടോ കാണിച്ചിരുന്നത്, കാരണം ബാക്ക് ലൂപ്പിലായതുകൊണ്ട് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, അതുകൊണ്ട് മാത്രം. ആ ബാക്ക് ലൂപ്പ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നാണ് കേട്ടോ ഈ ഒരു റൗണ്ടിൽ കാണിച്ചിരുന്നത്. അല്ലാതെ നമ്മുടെ ബാക്കിയുള്ള റൗണ്ട്സ് ഒക്കെ ഒരേ രീതിക്ക് തന്നെയാണ്. അപ്പൊ അത് 6 സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു കീ ചെയിനൊക്കെ പെട്ടെന്ന് ഒരു ഫ്രണ്ടിനൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ ഒരു നൂല് കളറ് മാത്രമല്ല, ഇതിൽ നമുക്ക് 2 കളർ ആഡ് ചെയ്തിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഒരു കോൺട്രാസ്റ്റ് ബോർഡർ കൊടുത്തിട്ട് ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യാം. അല്ലെങ്കിൽ ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ നമുക്ക് ഇതിൽ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് തുന്നി കൊടുത്താൽ മതി ഓരോ ഭാഗത്തും. അപ്പൊ അതൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ 6 സ്ലിപ്പ് സ്റ്റിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആണ് ഇനി അടുത്തത് വരാൻ പോകുന്നത്. അപ്പൊ അതും ബാക്ക് ലൂപ്പ് തന്നെ ചെയ്യുക. ബാക്ക് ലൂപ്പ് കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് ഒന്ന് ഫോളോ ചെയ്താൽ മതി കേട്ടോ. ബാക്കിയൊക്കെ സെയിം പ്രോസസ്സ് തന്നെയാണ്. പതിനാലെണ്ണം ചെയ്തെടുത്തിട്ട് വരാം. 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ആയിട്ടുണ്ട്. ഇനി 6 സ്ലിപ്പ് സ്റ്റിച്ചും 10 ഹാഫ് ഡബിൾ ക്രോഷറ്റും ആ ഒരു കണക്കിലാണ് കേട്ടോ ഇനി വരുന്നത്. അപ്പൊ അതാ 6 സ്ലിപ്പ് സ്റ്റിച്ചും കഴിഞ്ഞിട്ട് നമ്മുടെ ഈ സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് നമ്മൾ 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇട്ട് കൊടുത്തിട്ട് മൂന്നാമത്തെ റൗണ്ടിൽ ചെയിൻ 2 ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, 6 സ്ലിപ്പ് സ്റ്റിച്ച്, 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, 6 സ്ലിപ്പ് സ്റ്റിച്ച്, 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ്, 6 സ്ലിപ്പ് സ്റ്റിച്ച്, 10 ഹാഫ് ഡബിൾ ക്രോഷറ്റ്. ഇതൊക്കെ നമ്മൾ ബാക്കിലത്തെ ലൂപ്പിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ 4 റൗണ്ട് കംപ്ലീറ്റ് ആവുമ്പോൾ നമുക്കിതാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബോ കിട്ടുക. 4 റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇനി നമുക്ക് ഈ ഒരു റൗണ്ട് ലാസ്റ്റ് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു നൂല് കട്ട് ചെയ്തെടുക്കാൻ പോവാണ് കേട്ടോ. ജസ്റ്റ് നമ്മൾ ലാസ്റ്റ് ഒരു ചെയിൻ ഇട്ട് കൊടുക്കുമ്പോൾ ആ നൂല് കുറച്ചും കൂടി അവിടെ സെക്യൂർ ആയിട്ട് നിന്നോളും. അതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ നൂലൊന്ന് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ 4 റൗണ്ടും കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ കീ ചെയിനിന്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഒരു നൂലുണ്ടല്ലോ, ഫസ്റ്റിലത്തെയും ലാസ്റ്റിലത്തെയും നൂല്, അത് ഇതാ ബാക്ക് ഭാഗത്തായിട്ട് ഇത് അതുപോലെ ഇങ്ങനെ ഓരോ ചെയിനിലൂടെയും ആ നീഡിൽ ഇട്ട് കൊടുത്തിട്ട് നൂലുള്ളിലേക്ക് ഒന്ന് വലിച്ചെടുക്കുക. ഫ്രണ്ട് പൊസിഷനിലാകരുത്, ബാക്ക് ഭാഗത്തേക്ക് ആക്കിയിട്ട് നമ്മളിത് അതുപോലെ ഒന്ന് വലിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെ ആ നൂല് ടൈറ്റ് ആയിട്ട് ഒന്നും കൂടി ഒന്ന് സെക്യൂർ ആയിട്ട് ഇരുന്നോളും. ഈ ഒരു രീതിക്ക്. അപ്പൊ നമ്മൾ ആദ്യം കട്ട് ചെയ്തതും അത് ആദ്യം സ്റ്റാർട്ട് ചെയ്തതും എൻഡിൽ നമ്മൾ കട്ട് ചെയ്ത നൂലും രണ്ടും ഇതുപോലെ ഒന്ന് സെക്യൂർ ആക്കി കട്ട് ചെയ്ത് കൊടുത്താൽ മതിയേ. ഇനി ഇതെങ്ങനെയാണ് ഫോൾഡ് ചെയ്തിട്ട് കീ ചെയിനിന്റെ നമ്മുടെ ആ ഒരു ബോന്റെ രൂപത്തിലാക്കാൻ നോക്കാം. ഇതിപ്പോ ഞാൻ നോർമൽ ആയിട്ടുള്ള അക്രിലിക് യാണാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് കോട്ടൺ യാണിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്രൊജക്ട് നല്ല അടിപൊളിയായിട്ട് വരുവേ. അപ്പൊ കോട്ടൺ യാണുള്ളവര് ആ ഒരു യാണ് വെച്ചിട്ട് ഈ ഒരു പ്രൊജക്ട് ചെയ്ത് നോക്കുക, നല്ല ഫിനിഷിങ്ങിൽ വരുവേ. അപ്പൊ ആ എൻഡ് പൊസിഷനും കൂടി നമ്മൾ ബാക്കിലേക്ക് ആക്കിയിട്ട് ഉള്ളിലൂടെ വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണേ.
ഇനി ഇത് ബോന്റെ രൂപത്തിൽ എങ്ങനെയാണ് മടക്കി വെക്കേണ്ടതെന്ന് കാണിക്കാം. അതുപോലെ ആ 14 ഹാഫ് ഡബിൾ ക്രോഷ് ഇട്ട് കൊടുത്ത ആ പൊസിഷൻ ഉണ്ടല്ലോ, അത് രണ്ടും ഇതുപോലെ ഇങ്ങനെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നമ്മുടെ ആ ഫസ്റ്റിലത്തെ ഭാഗം ഒന്ന് ബാക്കിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ടൊരു ബോന്റെ ഷേപ്പിലാക്കി എടുക്കുക കേട്ടോ. ഈ ഒരു ടൈപ്പില് ഇങ്ങനെയാണ് നമ്മുടെ ബോ ഉണ്ടാവുക. ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാണ് കേട്ടോ. 14 ഹാഫ് ഡബിൾ ക്രോഷറ്റ് ഇട്ട പൊസിഷൻ ഉണ്ടല്ലോ, അത് രണ്ടെണ്ണം അതുപോലെ ഒരു ബോന്റെ ഷേപ്പിൽ മടക്കിയിട്ട് ബാക്ക് ഭാഗത്തിൽ കൂടെ ഒരു നമ്മൾ ഉണ്ടാക്കിയ ഒരു ജസ്റ്റ് ആ ബോന്റെ എൻഡ് പോർഷൻ ഉണ്ടല്ലോ അതൊന്ന് കൊണ്ടുവരിക. എന്നിട്ട് ഇതങ്ങനെ മടക്കി കൊടുത്തിട്ട് നമ്മൾ ഇനി ഒരു നൂല് വെച്ചിട്ട് ഇവിടെ ഒന്ന് ടൈറ്റ് ആയിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. വേറെ നമ്മൾ ഇതിൽ സൂചി നൂലൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതേപോലെ ജസ്റ്റ് ഒന്ന് ടൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിക്ക്. അപ്പൊ ആദ്യത്തെ ആ നൂലിന്റെ ഭാഗം കുറച്ച് കൂടുതലൊന്ന് നീളത്തിൽ വിട്ടിട്ട് ഇത് അതുപോലെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് അവിടെ ഒന്നും കൂടി നല്ല ഒന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഫസ്റ്റ് നമ്മൾ കുറച്ച് നീളത്തിൽ വിട്ട ഭാഗം ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ടും കൂടി ഒന്ന് ടൈ ചെയ്ത് നല്ല മുറുക്കി ഒന്ന് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. അത് കാണാത്ത രീതിയിൽ ചെയ്യണം. എപ്പോഴും നമ്മൾ ക്രോഷറ്റിന്റെ എന്ത് പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും ആദ്യത്തെ ഒരു പാറ്റേൺ ചെയ്തെടുക്കാൻ മാത്രമേ ഒരു പ്രയാസം ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മൾ അതേ രീതി തന്നെ ഒരു 3-4 ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റിച്ചിങ്ങിന്റെ സ്പീഡ് ആയാലും നല്ല കൂടി വരും കേട്ടോ. അത് നമുക്ക് പരിചയമായതാണല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴും നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോ പ്രൊജക്റ്റും ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ എപ്പോഴും നമ്മൾ ഒരു പ്രൊജക്റ്റ് കണ്ടു കഴിഞ്ഞാല് അതേപോലെ തന്നെ 2-3 ചെയ്തെടുക്കുക. അപ്പൊ തന്നെ നമുക്ക് അത് നന്നായിട്ട് പഠിക്കാനും പറ്റുള്ളൂ. പിന്നെ ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനോ ഇനി നിങ്ങൾക്ക് സെയിൽ ചെയ്യാനോ ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പൊ ബോല് മാത്രമല്ല, ഒരുപാട് കീ ചെയിൻസ് നമ്മൾ ക്രോഷറ്റ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ ഒരു കീ ചെയിൻ തന്നെ ഒരു 3-4 പ്രാവശ്യം ഉണ്ടാക്കി നന്നായി പഠിച്ച ശേഷം വേറൊരു പ്രൊജക്റ്റിലേക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ നന്നായിട്ട് നമുക്ക് സ്പീഡ് കൂട്ടാനും അതുപോലെ തന്നെ ഓരോ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോഴും നമുക്ക് കാണാണ്ട് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി നമുക്ക് കിട്ടും കേട്ടോ. അപ്പൊ അതാ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട്. ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിലുള്ള നൂലും ലാസ്റ്റ് നമ്മൾ എൻഡ് ചെയ്യുമ്പോൾ കട്ട് ചെയ്ത നൂലും കൂടി ഒന്നും കൂടി ഇതാ ബാക്കിൽ ഒന്ന് ടൈ ചെയ്ത് കെട്ടി വെക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു കെട്ടിയ ഭാഗം അധികം അങ്ങോട്ട് പുറത്ത് കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഒന്ന് ഹൈഡ് ചെയ്ത് കെട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് നമ്മുടെ കീ ചെയിൻ ഹോൾഡർ ഉണ്ടല്ലോ, ആ ഒരു ചെയിന് നമ്മുടെ ഈ ഒരു കെട്ടിയ ഭാഗത്ത് കൂടെ എടുക്കുകയാണെങ്കിൽ ആ ഒരു ഭാഗം തീരെ നമുക്ക് കാണാത്ത രീതിയിൽ ഹൈഡായി വരും കേട്ടോ, കവർ ചെയ്ത് വരും. അപ്പൊ അതാ 2 നൂലും കൂടി കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇത് കെട്ടണതൊക്കെ നമ്മുടെ ഓരോ ഇതിനനുസരിച്ചിട്ടാണ് കേട്ടോ. കാരണം പുറത്തേക്ക് കാണാത്ത രീതിയിൽ കെട്ടണത് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഓരോ ചിന്താശേഷിക്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ആ കീ ചെയിൻ ഹോൾഡർ, ഇതിപ്പോ ഒരു പഴയ കീ ചെയിൻ്റെ ഹോൾഡർ ആണ് കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ കുറേ കീ ചെയിൻസ് പൊട്ടിയതൊക്കെ ഉണ്ടാവുമല്ലോ, അത് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതിനു വേണ്ടി ഇനിയിപ്പോ വേറെ വാങ്ങണം എന്നൊന്നുമില്ല. ജസ്റ്റ് അത് ആ ഒരു കീ ചെയിനിന്റെ ആ ഒരു ഭാഗം നമ്മൾ ആ നൂല് കെട്ടി വെച്ചല്ലോ ആ ഒരു പൊസിഷനിൽ ഒന്ന് ടൈ ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പൊ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് കാണിച്ചു തരാം. ആ ഒരു കെട്ടിയ ഭാഗത്ത് നമ്മൾ നൂലിലേക്ക് ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് ബാക്ക് പൊസിഷനിൽ കുറച്ചൊന്ന് താഴ്ത്തിക്കായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് എന്നിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കി കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ക്രോഷറ്റ് കൊണ്ടുള്ള ബോ കീ ചെയിൻ റെഡി ആയിട്ടുണ്ട്. ഇതൊക്കെ നന്നായിട്ട് ഒരു കവറിലൊക്കെ പാക്ക് ചെയ്ത് ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനൊക്കെ, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റോ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഗിഫ്റ്റ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനമാണ്. അപ്പൊ എല്ലാവർക്കും ഇത് കണ്ട ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടാവുന്ന ഉറപ്പാണ് കേട്ടോ. ബാഗിന്റെ സൈഡിലൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു കീ ചെയിനൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം കൂടിയാണിത്. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ അറിയിച്ചാൽ മതി കേട്ടോ. അതുപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലിൽ ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണം വളരെ കുറവാണ്. അപ്പൊ എല്ലാവരും മറക്കാണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്കും കൂടി ചെയ്യണേ. അപ്പൊ ഇനിയൊരു പുതിയൊരു പ്രൊജക്റ്റ് ആയിട്ട് വരാം. അടുത്ത പ്രൊജക്റ്റ് നമ്മൾ അധികവും ഗ്രാനി സ്ക്വയർ വെച്ചിട്ടുള്ള ഒരു ബാഗ് ആയിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്